അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഫ്രം ദി തംബ്നെയിൽ ടൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പേളി മണീനെ കുറിച്ചിട്ടാണ്. 2-3 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, ചേച്ചി പേളി മണീൻ്റെ വിഷയത്തെക്കുറിച്ച് ചേച്ചി സംസാരിക്കുക, ചേച്ചീൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി എല്ലാവരും ചെയ്തു, എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു, ഈ ടോപ്പിക്ക് തന്നെ ഔട്ടായി, ഇനി ഞാനത് എടുത്ത് വെച്ച് സംസാരിക്കണോ എന്ന് കരുതിയിട്ട് ഞാനത് ചെയ്യണ്ട എന്ന് കരുതിയ. പക്ഷെ എന്നാലും 1-2 ആൾ ചോദിച്ചത് കൊണ്ട് പറയണം അല്ലെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഞാൻ യൂട്യൂബ് ചാനൽ പേളി മണി യൂട്യൂബ് ചാനലിൽ പേളി മണി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ആ സാധനം എടുക്കുകയും ചെയ്യണം, സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോയും പേളി മണിയുടെ പോസ്റ്റും, എന്നാൽ ഇതിലൊരു സംവിധായകനും ആളുടെ മകനുമായി ബന്ധപ്പെട്ടൊരു കാര്യവും പറയുന്നുണ്ട്. മകൻ്റെ പേജിലിട്ട പോസ്റ്റ് ഈ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ CJP വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമാക്കി ഒരു 34 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും കാലം എൻ്റെ ലോങ് വീഡിയോയിൽ വന്നതിൽ ഏറ്റവും ലോവസ്റ്റ് വ്യൂ ആണ് ആ പെർട്ടിക്കുലർ വീഡിയോന് വന്നത്. ഐ ഡോണ്ട് നോ വാട്ട്സ് എ റീസൺ. കാരണം എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ കുറേ കമൻസ് വന്നു, CJP ചെയ്യും, നിങ്ങളിങ്ങനെ ഈ പരദൂഷണവും ഇതൊന്നും മാത്രം പറഞ്ഞു നിൽക്കാണ്ട് സമൂഹത്തിന് വാല്യൂബിൾ ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ നിറയെ കമൻസ് വന്നിട്ടാണ് ഞാൻ എടുത്ത് സംസാരിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ അധികം പേര് കണ്ടിട്ടില്ല. കാണാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ ഒരു 4ാമത്തെ വീഡിയോ ബാക്കൗട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം വിവാദമായ പേളി മണിയുടെ പോസ്റ്റിലോട്ട് നമുക്ക് പോവാം. ഞാൻ ഈ പോസ്റ്റ് വേർഡ് ബൈ വേർഡ് ഒന്നും വായിച്ച് നിങ്ങൾക്ക് മലയാളം ഒന്നും പറഞ്ഞു തരുന്നില്ല. നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ഓരോന്നിൽ നിന്ന് തുടങ്ങാം. ഞാനൊന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു പോട്ടെ. The past few days have been painful and they have forced all of us to pause and reflect. We have witnessed the strength, unity and determination of the young people of our country. I saw heartbreaking images and videos of clashes in which students and officers were hurt that changed something in me. All I could think was, please don't get hurt. Please stay safe. If your life is in danger, go back home. No cause is worth losing a life over. ഇവിടെയാണ് പ്രശ്നം. ഈ ആദ്യത്തെ 3 പാരഗ്രാഫിൽ പേളിച്ചേച്ചി പറഞ്ഞ ഒരു സാധനത്തിനോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. എന്നാൽ ഈ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞൊരു സാധനം അത് കറക്റ്റാണോ? ചേച്ചി തന്നെ ഒന്ന് സ്വന്തമായി ആലോചിക്കും. ചേച്ചി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എക്സ്പ്ലനേഷനിൽ ഇത് വായിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മക്കളെ, ചേച്ചി ഇതിന് തന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഇതിലിടുമെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ്, ഞാനിങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ് സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഈ അടിയും ചവിട്ടും അതും ഇതും കിട്ടുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ പൊന്നുമക്കളെ അടിയൊന്നും കൊള്ളാണ്ട് നിങ്ങൾ വീട്ടിൽ പോകുമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നാണ്. പക്ഷെ പേളി ചേച്ചീൻ്റെ ഇംഗ്ലീഷിന് മിസ്റ്റേക്ക് ആണോ അറിയില്ല. ഓൾ ഐ കുഡ് തിങ്ക് വാസ്, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്. നിങ്ങൾക്ക് ആർക്കും പെയിൻ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്, വേദന ഉണ്ടാവരുത്. പ്ലീസ് സ്റ്റേ സേഫ് ആയിരിക്കൂ. ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നിങ്ങളുടെ ജീവിതം തന്നെ ഡേഞ്ചർ ആക്കുന്ന ഒരു സാധനമാണെങ്കിൽ നേരെ വീട്ടിൽ പോയിക്കോ. നോ കോസ് ഈസ് വർത്ത് ലോസിങ് എ ലൈഫ് ഓവർ എന്ന് വെച്ചാൽ ജീവിതം കളഞ്ഞുകൊണ്ട് നേടേണ്ടതായിട്ടുള്ള ഒരു കോസും ഇല്ല എന്ന രീതിയിലാണ്. എങ്ങനെയാണ് വിളിച്ചേച്ചി അങ്ങനെ പറയാൻ പറ്റുക? അത്രയും കുട്ടികൾ അവിടെ നിന്ന് ഈ രീതിയിൽ ധർണ നടത്തുകയും ഈ രീതിയിൽ പൊളിറ്റിക്സ് എന്താണ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുകയും അത് ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അല്ലാത്തതും, അതിൻ്റെ ഒരു റിസൾട്ടാണ് രാജിവെച്ച് ചേട്ടൻ പോയത്. ചേട്ടന് സ്വന്തമായിട്ടൊരു റിയലൈസേഷൻ ഉണ്ടായി രാജിവെച്ച് പോയതൊന്നുമല്ല. ഇത്രയും പ്രൊട്ടസ്റ്റും എഗെയിൻസ്റ്റും വന്നതിൻ്റെ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്ത് പോയത്. ഇവരെല്ലാവരും ഈ വായടച്ചിരിക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തി ആ സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് 22 കേസസ് ആണ് വന്നതെങ്കിൽ ഇനി വരും കൊല്ലങ്ങളിലും 40, 50, 60 കേസാണ് വരിക.
ഞാൻ ഈ ഒരു സാധനം ചെയ്യാനുള്ള റീസൺ, ഇന്നത്തെ പത്രം എൻ്റെ ഒരു ക്ലയൻറ്റ് വായിച്ച ഒരു ന്യൂസ് ഉണ്ട്. എനിക്കത് എടുത്ത് വായിക്കാൻ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് പത്രം എൻ്റെ കയ്യിലില്ല. ഞാൻ നോക്കട്ടെ ഇവിടെ ഉണ്ടോയെന്ന്. ഇത് ഇന്നത്തെ പത്രമാണ് കേട്ടോ. പത്രം മലയാള മനോരമ. അതിൽ പേജ് നമ്പർ 2026 ജൂലൈ 28 ചൊവ്വ. പേജ് നമ്പർ 8. പേജ് നമ്പർ 8 വന്നൊരു ന്യൂസ് ഉണ്ട്. പുനഃപരീക്ഷയിൽ തോറ്റു, വിദ്യാർത്ഥിനി ജീവനൊടുക്കി. അങ്കിത സുരേഷ് എന്ന് പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷയിൽ അർഹിച്ച മാർക്ക് ലഭിക്കാത്തതിൽ മനം നൊന്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. പിന്നെ 19 വയസ്സ് വീട്ടുകാർക്ക് കത്തെഴുതിയ ശേഷമാണ് മരിച്ചത്. പരീക്ഷാ ഫലം വന്നത് മുതൽ മകൾ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു, പക്ഷേ ഒരാഗ്രഹം പോലും സാധിച്ചു തരാൻ കഴിഞ്ഞില്ല. അമ്മേ എല്ലാ പ്രതിസന്ധികളിലും എന്നെ ഒരു കൂട്ടുകാരിയെ പോലെ പിന്തുണച്ചു. ദാദാ മീൻസ് ചേട്ടാ, നിങ്ങളും എന്നെ ഒരുപാട് സഹായിച്ചു. അമ്മയെക്കാളും അച്ഛനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിച്ചു. എൻ്റെ ആത്മഹത്യക്ക് നിങ്ങളാരും ഉത്തരവാദികളല്ല. ചേട്ടാ, ദയവായി അമ്മയെയും അച്ഛനെയും നന്നായി നോക്കണം. അവർക്കൊന്നിനും ഒരു കുറവ് വരുത്തരുത്. കത്തിൽ അങ്കിത എഴുതി. ഈ ഒരു ന്യൂസ് എൻ്റെ ക്ലയൻറ്റ് വായിച്ച സമയത്ത് എൻ്റെ അറിയാണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇവക്കൊക്കെ, ഈ മോൾക്കൊക്കെ എങ്ങനെയാണ് നീതി കിട്ടുക പേളി ചേച്ചി? എല്ലാവരും എൻ്റെ ജീവിതമാണ് വലുത്, എൻ്റെ ജീവനാണ് വലുത് എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഥ കടച്ചങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവക്കൊക്കെ നീതി കിട്ടുമോ? ഇന്ന് അത്രയും പിള്ളേർ പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെണ്ടിത്തര മക്കളോട് ചെയ്ത ഒരുത്തൻ്റെ സീറ്റെങ്കിലും നമുക്ക് എടുത്തു കളയാൻ പറ്റിയത്. പിന്നെ ഇനി അതൊക്കെ മാറ്റിവെക്ക്. എവിടുന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടിയ? ഇതപ്പോൾ ഓഗസ്റ്റ് 15 വരാൻ പോവുകയാണ്, 2ാം ശനിയാഴ്ച. 1947 ഓഗസ്റ്റ് 15 നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. നമ്മളെല്ലാ ഓഗസ്റ്റ് 15 ത്രിവർണ്ണ പതാകയൊക്കെ ഇങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി വയലടച്ചിരുന്നോ? ബ്രിട്ടീഷ് ഏട്ടാ നിങ്ങളങ്ങ് ഭരിച്ചോളി, ഞങ്ങളെല്ലാവരും റൂമിൽ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അവിടെ പല തരത്തിലുള്ള സ്ട്രൈക്കുകളും അല്ലെങ്കിൽ ഇനി യുദ്ധങ്ങളും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ദണ്ഡി യാത്ര അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് നമ്മളുടെ ഒരുപാട് ആൾക്കാർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യം. ഇപ്പോൾ ചേച്ചി ആ പോസ്റ്റിൻ്റെ താഴെ എഴുതിയ ഒരു സാധനം ഞാൻ കണ്ടിരുന്നു, നോക്കട്ടെ ഇവിടെ ഉണ്ടോന്ന്. ദിസ് കമൻറ്റ് സെക്ഷൻ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വരെ പല വ്യക്തികളും യുദ്ധം ചെയ്ത് നേടിയിട്ടുള്ളൊരു സാധനമാണ്. അറിയില്ലെങ്കിൽ പേളി ചേച്ചിക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഇരിക്കുന്ന എന്താ ചേച്ചി, അതാണ് പറയുന്നത്, വിവരമില്ലായ്മയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, അല്ലേ സംസാരിക്കാണ്ട് നിൽക്കുക. പേളി ചേച്ചി എന്നെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ കണ്ടു, പെട്ടെന്ന് നോട്ട് പാഡിൽ എഴുതി ക്യാൻവയിലിട്ടു, വീഡിയോ ഇട്ടു. അങ്ങനെയല്ല. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലി കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതിന് വായെ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്തേലൊക്കെ എഴുതിയിട്ടാൽ പോരാ, ആലോചിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് അൺഫോളോ ചെയ്തു പോയത്. ഇവിടെ ആ വീഡിയോൻ്റെ താഴെയും ഞാനൊരു 100 കമൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ 95 കമൻറ്റും സ്റ്റിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ പോയി കുത്തിയിരുന്നുകൊണ്ട് ഒന്നും തീരുമാനമാവില്ല കേട്ടോ. എവരി സ്റ്റുഡൻറ്റ് ഈസ് സംവൺസ് ചൈൽഡ്, സംവൺസ് ഡ്രീം, സംവൺസ് എൻ്റെ വേൾഡ്. അതേടാ ഇപ്പോൾ ഈ മരിച്ച ഞാനിന്ന് വായിച്ച അങ്കിതയും കുറേ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ സ്നേഹവും കരുതലും കിട്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പോയി കിടക്കുന്ന 22 കുട്ടികളും. Like so many others, I believe our students deserve an education system that is transparent, fair and gives every child an equal opportunity to succeed. They deserve to be heard and they deserve to feel safe while expressing themselves peacefully. സേഫ് ആക്കിയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. സേഫ് ആയിട്ടൊന്നും ഒരു കാര്യം ഒരാൾക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. At the same time, I hope that the original purpose of this movement is never overshadowed. Whenever any movement grows, the large emotion run high, different voices emerge, and the conversation can become more complex. My hope is that the focus always remain on the student and the future they are asking to build. ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചില പാർട്ടീനെ എടുത്ത് പറയുന്നുണ്ട്. അതിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അത് കുട്ടികളുടെ വിഷയമാണ്, കുട്ടികളിൽ മാത്രം നിന്നാതി എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. I believe in the right to peaceful expression. I do not believe in violence, no matter who it come from. അതെ, ഇവിടെ വയലൻസ് ഏറ്റവും കൂടുതൽ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില വീഡിയോസൊക്കെ ചില പോലീസുകാർ ഈ കുട്ടികളുടെ അടുത്ത് ചെയ്യുന്നത് കാണുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരുടെ രോമം പൊന്തിപ്പോവും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സിസ്റ്റം ഈ ഉണ്ട്. അതുകൊണ്ട് വയലൻസ് നല്ലതല്ല കേട്ടോ. ആൻഡ് വയലൻസ് കാണിച്ചാൽ തിരിച്ച് വയലൻസ് കാണിക്കേണ്ട, അല്ലാണ്ട് ഇങ്ങോട്ട് വയലൻസ് കാണിക്കുമ്പോൾ അങ്ങോട്ട് നോൺ വയലൻസും കൊണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ.
History, remember, movement not only for what they began, but also for how they unfolded. My hope is that when we look back year from now, we remember courage, compassion, meaningful change, and a generation that helped shape a stronger India, no pain, fear, or division. And the third post കൂടെ നമുക്ക് നോക്കി വെക്കാം. Many of you wanted me to share my thoughts. Some encouraged me while others questioned my silence. I understand both. As someone whose words can reach many people, I believe I have the responsibility to speak with care, especially at during time like this. കുറേ പേര് ഫോഴ്സ് ചെയ്തു. എന്ത് ഈ ഫോഴ്സിങ്? കമൻസ് ആണോ, ചോദ്യങ്ങളാണോ? എടാ, നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും നമുക്ക് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ. ഇപ്പോൾ പല വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ ഇടണം എന്ന് എൻ്റെ വീഡിയോൻ്റെ താഴെ വരുമ്പോഴും എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യലുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം അധികം പേര് കാണാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഈ ഒരു ടോപ്പിക് എനിക്ക് വലിയ റീച്ച് ഉള്ളതല്ല. പക്ഷേ എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി, ഞാൻ ഡെഫിനറ്റ്ലി എടുക്കുന്നു, ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പേളി പറഞ്ഞ പോലെ കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റെഫർ ചെയ്തു, ക്യാപ്ഷൻ ഇട്ടു. അങ്ങനെയല്ല, പറയുമ്പോൾ നോക്കണം. പിന്നെ ഇത് തന്നെ അറ്റ് സം ഹൗ നിങ്ങളുടെ വേർഡ്സ് കുറേ ആൾക്കാരിലോട്ട് എത്തുമെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പേളി വീട്ടിൽ പോയി അടങ്ങിയിരുന്നോളാൻ പറയില്ലായിരുന്നു. ഇനി അത് എന്തിൻ്റെ പുറത്താണെങ്കിലും പേളി, എന്തിൻ്റെ പുറത്താണെങ്കിലും. I don't accept everyone to agree with me. This is simply my personal opinion shared with honesty, respect and hope. Above everything else, I pray for peace. I pray for safety of every student, every officer and every citizen. May wisdom guide us, compassionate, unite us and may we will future as usual, Chechi. And one last thing. This is how I feel today based on what I know today. If no facts emerge tomorrow, I will never be afraid to learn, reflect and change my opinion. I don't see that a weakness. I see it as a growth and responsibility. So please don't take anyone's opinion, including mine, as the absolute truth. Read, listen, ask questions, stay informed, think critically, and most importantly, make up your own mind. Let you be your only influencer. A strongest nation. അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയുടെ ഒപ്പീനിയൻ ആരും സ്വീകരിച്ചിട്ടില്ല. ആ ഒപ്പീനിയൻ അഗെയിൻസ്റ്റ് നല്ലൊരു കുതിരപ്പവൻ പന്തയം കൊടുക്കുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ഈ പേളിയുടെ ഒരു ഓവറോൾ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് പേളിനോട് പറയാനുള്ളത്, ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോൾ ആരും റിയാക്ട് ചെയ്യാണ്ട് വീട്ടിനുള്ളിൽ തന്നെ വായിലടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സീനിലോട്ടാണ് പോവുക. ഇപ്പം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഡൊമസ്റ്റിക് വയലൻസ് ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്നു. കുട്ടികൾ ഇതൊക്കെ സഹിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അയ്യോ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയ പ്രശ്നമാവും, അച്ഛൻ്റെ അടുത്ത് പോയ പ്രശ്നമാവും, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ അർജുനേട്ടൻ റെഡിയാവും, രാമേട്ടൻ റെഡിയാവും എന്ന് പറഞ്ഞ് നിന്നിട്ട് പിന്നെ നമ്മൾ കാണുക ഒരു ഡെത്ത്. അതുകൊണ്ട് റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റിയാക്ട് ചെയ്യണം. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നില്ലേ, അതിനെ ചേച്ചി പറയാനുള്ളൂ. അപ്പം ആ ഒരൊറ്റ സെൻറ്റൻസിലെല്ലാം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേളി ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. ഞാൻ ഈ ഒരു പീസ് എടുത്തു വെക്കാനുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കറൻ്റ്ലി കാണുന്നതാണ്, ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ ടീമുകൾ എന്തൊക്കെയോ കയറി ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് സംസാരിക്കുക. ഞാൻ ഒരിക്കലും എടുത്തു വെക്കാൻ നോക്കുന്നില്ല, കാരണം അവർ പറയും അവരുടെ ഫ്രീഡം ഓഫ് ഒപ്പീനിയനാണ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക, കുറേ ടീമുകൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നുണ്ട്, കുറേ ടീമുകൾ ബേസിക് സാധനങ്ങൾ, കുറേ ടീമുകൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇതിന് അഗെയിൻസ്റ്റൊക്കെ വീഡിയോസ് കുറേ വന്നിരുന്നു. കുറേ പേരെ വീഡിയോസ് കണ്ട് ഞാൻ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം വിവരമില്ലായ്മ ഒരു തെറ്റല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പം സംസാരിക്കുമ്പം കുറച്ച് ഒരു പൊടിക്ക് ഒരു ബുദ്ധിയോ വിവരമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് എന്തേലും ഒന്നും പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരെല്ലാം എന്നെ പ്രഷറാക്കി, അതുകൊണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പരതി ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണോ പേളി പറയേണ്ടത്? ഇത്രയും ഫോളോവേഴ്സുള്ള, ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾ എന്താ ഇൻസ്റ്റഡ് പറയേണ്ടത്? ഞാൻ എൻ്റെ ഫോളോവേഴ്സ് അല്ലെ എൻ്റെ വെൽവിഷേഴ്സ് അല്ലെ എൻ്റെ നാട്ടിലെ ജനങ്ങൾ അല്ലെ കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാർ ഇത്രയും വലിയ കോൺട്രവേഴ്സിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആസ് എ സോഷ്യൽ മീഡിയ പേഴ്സൺ ഐ ഹാവ് എ സ്പേസ് ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അത് കുറേ ആൾക്കാർക്കൊരു പ്രചോദനമാവും, കുറേ ആൾക്കാർ കാണും.
അതിന് വരെ കുറേ ആൾക്കാരുടെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് നോക്കിയിട്ട് എൻ്റെ നോട്ട് പാഡിൽ എഴുതി ക്യാൻവയിൽ എഴുതി എഡിറ്റ് ചെയ്ത് അങ്ങ് ഇട്ടു. ഞാൻ കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. വാട്ട് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഇസ് ദിസ് പേർലി മാനി കാണുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം. ചിലപ്പോൾ പേർലി മാണി എന്ന് പറയുന്ന വ്യക്തി മനസ്സുകൊണ്ട് ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എഴുതി വന്നപ്പോൾ, പോസ്റ്റ് വീണപ്പോൾ ഈ സേഫ് ഒന്നും അവിടെ വന്നിട്ടില്ല. പകരം വന്നത് ജീവൻ കളയുന്ന രീതിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് അതിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമല്ല, വീട്ടിൽ പോയിക്കോ എന്നാണ്. ഇനി എൻ്റെ ഇംഗ്ലീഷിൽ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അതാ തോന്നിയ ചേച്ചി. ആൻഡ് ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ പൊതുവേ പേർലി മാണീൻ്റെ വീഡിയോസ് ഭയങ്കര കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സ്റ്റിൽ ഐ ലൈക്ക് ഹെർ. ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് കരുതി ഐം ഗോണ ഹേറ്റ് ഹെർ, ഐം ഗോണ അൺഫോളോ ഹെർ എന്നൊന്നും പറയുന്നില്ല. ദറ്റ്സ് ഫൈൻ. ആളുടെ സൈഡിൽ നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ബ്ലണ്ടർ അല്ലെങ്കിൽ ഒരു മണ്ടത്തരം ആലോചിക്കാണ്ട് എന്തോ ചെയ്തു പോയി എന്ന രീതിയിൽ ഐ എം കൺസിഡറിങ് ദാറ്റ്. പക്ഷേ ഇത് ഈ ഒപ്പീനിയനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഞെട്ടിയത് പേർലി മാണീൻ്റെ ഒരു വീഡിയോസിലും കാണാത്ത തരത്തിലുള്ള എന്തൊക്കെയോ സ്ക്രിപ്റ്റ് എന്തൊക്കെയോ പഠിച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഫ്രം ദ ഹാർട്ട്, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂവിൽ പേർലി പറയുന്ന പോലെ. ഇനി പേർലി ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി വന്നതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പറയാമെന്ന് കരുതി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കേട്ട സമയത്ത് എനിക്കിങ്ങനെ എന്താ അങ്ങനെ ഒരു ഫീൽ. ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ഫെൽറ്റ്. ഐ ഫെൽറ്റ് ഇറ്റ്. ഇഫ് യു ഫെൽറ്റ് ഇറ്റ് പ്ലീസ് ഡു കമൻറ്റ്. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ. അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു ഓക്കെ റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിൽ വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്. ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ടാണ്. അപ്പം പിന്നെ പേളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് പേളി പോസ്റ്റ് ഇട്ടു. പോസ്റ്റിൻ്റെ താഴെ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ വന്നു. ഡെഫിനറ്റ്ലി ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും വീഡിയോൻ്റെ താഴെ കമൻറ്റ് വരുന്നുണ്ട്. ഏതോ 1-2 കമൻറ്റ് ഞാൻ കണ്ടു. എന്താണ് സാധനം ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ചേച്ചി പിന്നെയും കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീഡിയോൻ്റെ താഴെ കണ്ടുകൊണ്ട് ഞാൻ വായിച്ച. അപ്പോൾ ഇങ്ങനെ കുറേ കമൻസ് വന്നു. കമൻസ് വന്നപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ ഞാൻ പറയട്ടെ, പേളി ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം പേളി ചേച്ചി അതാണ്. ഇപ്പം ഞാൻ വരെ പറഞ്ഞു സെൻറ്റൻസിന് അർത്ഥമാണ്. എൻ്റെ വായിൽ ഒരിക്കലും ഇത് വരില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെ സംസാരിച്ചാലും നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, നിങ്ങൾ വീട്ടിനുള്ളിൽ പോയിരുന്നോ പറയില്ല. നീതി കിട്ടുന്നത് വരെ ഫൈറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. പോകാൻ പറ്റുന്ന ആൾക്കാർ അവരുടെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് പറയുക. കാരണം ഓരോ കുട്ടി പേളി പറഞ്ഞ പോലെ ഒരു കുട്ടി ഒരു കുടുംബത്തിൻ്റെയാണ്, പ്രതീക്ഷയാണ്, എല്ലാമാണ്. അത് ഒന്നുമല്ലാണ്ടാക്കി തീർക്കുക പല വ്യക്തികൾ അവരുടെ അഴിമതിക്കും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണമെന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വളരെ നീതിയിലുള്ളൊരു കാര്യം അവർ പറഞ്ഞത്, ഇത്രയും കുട്ടികൾക്ക് ഇങ്ങനൊരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാൻ കാരണമായ വ്യക്തി അതിന് പുറത്ത് വരണമെന്ന്. അതിനിപ്പോൾ എന്തിനീ വീട്ടിൽ പോയിരിക്കാൻ പറയേണ്ടൊക്കെ ആവശ്യം? ഡെഫിനറ്റ്ലി കമൻസ് വന്ന സമയത്ത് ആദ്യം കമൻസൊക്കെ വലിയ രസമായി തോന്നി. പിന്നെ ഈ അൺഫോളോവേഴ്സൊക്കെ കൂടിയതോടുകൂടി ഡെഫിനറ്റ്ലി ബാധിക്കാൻ തുടങ്ങിയില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇപ്പം നന്നായി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, റീച്ച് പോയാൽ, സബ്സ്ക്രൈബർ അൺസബ്സ്ക്രൈബ് ആയാൽ ചില ആൾക്കാരെയൊക്കെ ഭയങ്കര ബാധിക്കും. മെയിൻലി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ജീവനായി കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രം ജീവിച്ചു കൊണ്ട് പോകുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഞാനിപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഡൗൺ വന്നാലും മൈ എഡ്യൂക്കേഷൻ പേപ്പർ ഓർ മൈ ഗ്രാജുവേഷൻ വിൽ ഗിവ് മീ എ ജോബ് ഓഫ് കോഴ്സ്.
പക്ഷെ അതില്ലാണ്ട് വെറും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബർ ഫുള്ള് കുറഞ്ഞു പോവുക, പെട്ടെന്ന് വ്യൂസ് കുറയുക, ഡെഫിനറ്റ്ലി അവരെ ബാധിക്കും. അതും എല്ലാം കൂടെ, അത് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാലും അതെല്ലാം കൂടെ കയറി ചേച്ചിക്ക് ആകെ ട്രിഗറായി. ചേച്ചീൻ്റെ പോസ്റ്റിനെ എടുത്തുകൊണ്ട് ഒരു വ്യക്തി റിയാക്ട് ചെയ്തു. പേരിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. എടുത്ത് ചേച്ചി അങ്ങോട്ട് കയറി റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ട് ചെയ്തതിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അത് പേളി ചേച്ചിയുടെ അടുത്തൊരു ആറ്റിറ്റ്യൂഡും കൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. എന്താ കേൾക്കാം. ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിനെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ ആരെയായിരിക്കും പേളി ചേച്ചി ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായവർ വീഡിയോയുടെ താഴെ കമൻ്റ് അടിക്കുക. ആൻഡ് ഇതിൽ ഒരു മകനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ മകൻ്റെ അക്കൗണ്ട് പോയി സെർച്ച് ചെയ്ത സമയത്ത് അവൻ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. ഐ ഡോണ്ട് തിങ്ക് ഞാനത് വായിക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഫെയിൽഡ് ഫിലിം മേക്കർ. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇപ്പോഴും കുറേ ടീമുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുമാതിരി പ്രശ്നം തീർക്കുന്ന സ്ഥലമായി കാണുന്നത്. ഇവർ വീഡിയോ ഇട്ടു, ഇവരുടെ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻറ്റ് വന്നു, ഡെഫിനറ്റ്ലി ഇവരെ പല രീതിയിൽ പലരും വന്നു. ഇപ്പോൾ എല്ലാവരും എല്ലാം വന്നു. ഇപ്പോൾ തക്കാളി കേടായി, ഞാൻ പറയും അയ്യോ തക്കാളി കേടായി കളഞ്ഞു. എന്നാൽ ചില ആൾക്കാർ പറയും എന്നാലും തക്കാളി എന്തുകൊണ്ടാണ് കേടായി, തക്കാളി കേടാവേണ്ട ആവശ്യം എന്താണ്, കേടായിട്ട് ഇപ്പം എന്താ ഉണ്ടാവുന്നത്, അങ്ങനെയാണോ, ഇങ്ങനെ കേടാവാൻ പാടുമോ, നമ്മൾ പൈസ പറയുന്നതാണ്. അല്ലേലും ആ കടയിൽ പോയ തക്കാളി അങ്ങനെയാണ്, ആ കടക്കാരൻ അങ്ങനെയാണ് തക്കാളി തരും. ആ തക്കാളിക്ക് എന്ത് വളമാണ് ഇട്ടത്? അപ്പോൾ ഒരു വിഷയം വരുമ്പം പല രീതിയിൽ ആൾക്കാർ സംസാരിക്കുക. അപ്പോൾ ഈ ഫ്രീഡം ഫൈറ്റർ അങ്ങനെ ചെയ്തു എന്നാണ് അയാൾക്ക് പറയാൻ തോന്നിയെങ്കിൽ അയാൾ പറയട്ടെ. പേളിൻ്റെ ഇമോഷനും എക്സ്പ്രഷനും ഫ്രീഡം റൈറ്റ് എല്ലാ കുന്തുമാണ് ഇവിടെ കാണിച്ചത്. അതുപോലെ ഓപ്പോസിറ്റിലെ വ്യക്തിക്കും ആ ഫ്രീഡം ഓഫ് റൈറ്റ് ടു എക്സ്പ്രഷനും ഇല്ലേ? അയാൾ എക്സ്പ്രസ് ചെയ്ത് ഇഷ്ടപ്പെടാണ്ട് അയാളെ കയറിയിട്ട് എ ഫെയിലിയർ ഡയറക്ടർ, ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഡു യു തിങ്ക് ഇസ് ദാറ്റ് റൈറ്റ്? പേളി പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. പക്ഷേ പോസ്റ്റ് എല്ലാവരും കണ്ടു, എൻ്റെ തീരും കമൻറ്റ് വന്നു, സ്റ്റോറി വന്നു, അത് വന്നു, ഇത് വന്നു, മറ്റേതൊക്കെ വന്നു. അപ്പം നിങ്ങൾ അവരോടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചതോടുകൂടി നിങ്ങൾ സ്വയം നാറുകയാണ് ചെയ്തത്. അന്നേരം അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം സോഷ്യൽ മീഡിയ കോൺടാക്റ്റ് ഉള്ള ആളാണ്. നിങ്ങൾ വിചാരിച്ചാൽ ആ വ്യക്തിയുടെ കോൺടാക്റ്റ് കിട്ടും. കോൺടാക്റ്റ് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. എന്നാൽ എന്നെ പറഞ്ഞു, ഞാൻ തിരിച്ച് 4 പറയട്ടെ എന്ന് പറയുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ അയ്യോ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു വീഡിയോയും കൊണ്ട് വരുന്നു. ഐ ഡു യു വാണ്ട് ടു ഡു ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്? ജനങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുക, അല്ലെ ഒന്ന് റീചെക്ക് ചെയ്യുക. അയ്യോ മാറിപ്പോയല്ലോ, അപ്പം തന്നെ ഒരു സ്റ്റോറി ഇട്ടാൽ മതി, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് പറഞ്ഞ്. അതിന് ഡയറക്ടർ കയറി ഫെയിൽ ചെയ്യുന്നുണ്ട്, അവരവിടുന്ന് പോസ്റ്റ് ഇടുന്നു, പിന്നെ ഇവിടെ അത് വരുന്നു ലൈക്ക് വാട്ട് യു ആർ ഗോണ ഡു? ഇതിലും വലിയ വിഷയങ്ങളും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം എഴുതിയിട്ടതിൻ്റെ പേരിൽ റിയാക്ഷൻ നടന്നിട്ട് അങ്ങോട്ട് കൂടി യുദ്ധം നടക്കുന്നത്. അത് ആ സോഷ്യൽ മീഡിയ യുദ്ധം ഇസ് ഫൈൻ, അല്ലാണ്ട് നമ്മുടെ അവകാശത്തിന് വേണ്ടി മറ്റൊരാൾ ചെയ്യുന്ന യുദ്ധം ഇസ് നോട്ട് ഫൈൻ. what is this പേളി? what is this? എനിക്കറിയാം ഈ വീഡിയോ പേളി കാണാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ടു ദ പേളി ലവേഴ്സ് ഐ എം ആസ്കിങ് what is this? റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു, ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ്, ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തൊരു കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ്. ചേച്ചി, ഇപ്പം ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പം അതിൻ്റെ താഴെ ഓറഞ്ച് കളർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
പിന്നെ പേളിമണിക്ക് സംഭവിച്ചൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ അങ്ങനെ ഒരു പാർട്ടീനെ പറഞ്ഞതോട് കൂടി പുള്ളിക്കാരി കയറി അതിനെ അഗെയിൻസ്റ്റ് പറയുന്നു, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു, അപ്പോഴേക്ക് 4 ആൾ കാണുന്നു, പിന്നെ അതൊരു വിഷയമാവുന്നു. ഇവിടെ എന്താ പറയുക, പേളിക്കൊക്കെ ഭയങ്കര ലവ് കിട്ടിയിട്ടുള്ള ആളാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാണ്ട് എല്ലാത്തിലും ഭയങ്കര ലവും ഭയങ്കര പ്രൈസിങ്ങും ഒക്കെ കിട്ടി നിന്നിട്ടുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സൈബർ മീഡിയ എന്ന് ഒരു നെഗറ്റീവ് വരുമ്പോഴേക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും, ഭയങ്കര പ്രശ്നമായി പോകും. എനിക്ക് ഇതൊക്കെ വെച്ച സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെയ്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെയാണ് എനിക്ക് കുറച്ച് ലവ് വന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഈ ഫുള്ള് സ്നേഹം കിട്ടിയത് കൊണ്ട് തന്നെ പേളി പറയുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, പേളി പറയുന്ന എല്ലാവരും തലയാട്ടണം എന്നുള്ളൊരു മൈൻഡായിപ്പോയി. പെട്ടെന്ന് 4 ആൾ അഗെയിൻസ്റ്റ് പറഞ്ഞതോടുകൂടി അത് പുള്ളിക്കാരിക്ക് വലിയൊരു വിഷയമാവുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ യുദ്ധം നടത്താനും തുടങ്ങി. എന്നിട്ട് ആ യുദ്ധത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇടാനും തുടങ്ങി. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്, ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ is the one and only Sibi Malayalam, the director, the iconic, the most loved, the most celebrated. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഞാനല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് മാറി, അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എഴുതാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷേ അതിൽ സിബി മലയാൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയാൽ സാറിനെ അങ്ങനെ പറയില്ല, ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ, ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത്, അതായത് ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഇങ്ങനെ രാവിലെ 5 മണിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഡാഡി ഇങ്ങനെ റെഡി ആയിട്ട് ബാഗൊക്കെ ആയിട്ട് പോവാണ്, നമ്മൾ ഷൂട്ടിൻ്റെ ഒരു സ്ഥലം വരെ പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോകും. എല്ലാം പേളി ചേച്ചി തന്നെ പറയുമ്പോൾ ഞാൻ എന്താ പറയുക, വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായി പോസ്റ്റ് ഇടുമ്പോൾ അതിന് ക്രിറ്റിസിസം വരും. ആ ക്രിറ്റിസിസത്തിന് അഗെയിൻസ്റ്റ് സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ഈ ഇൻസ്റ്റഗ്രാമിൽ 2 സ്റ്റോറി ഇടുന്ന സമയത്ത് ഈവൻ ഫേക്ക് സക്സസ്ഫുൾ അല്ലാത്ത ഡയറക്ടർ അങ്ങനെ എന്തൊരു സാധനം പറഞ്ഞല്ലോ, അത് ഇടുന്ന സമയത്ത് ആലോചിച്ചില്ലേ അതൊരു പബ്ലിക് ഒപ്പീനിയൻ ആണ് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഈ പാർട്ടീനെ പറ്റി പറഞ്ഞ സമയത്ത് ആലോചിച്ചില്ലേ അതൊരു ഒപ്പീനിയൻ ആണ് എന്നുള്ളത്. ഇപ്പോഴാണോ ഇതെല്ലാം ആലോചിച്ചത്, ഇപ്പോഴാണോ ഇതെല്ലാം മനസ്സിലാക്കിയത്? അപ്പോൾ മനസ്സിലായാലോ ആരുടെ പോസ്റ്റാണെന്ന്. സിബി മലയിൽ സാറിൻ്റെ മകൻ്റെ പോസ്റ്റാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. പേളി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിക്കാണ്ട് നിന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു സാധനം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം, ടു ഓൾ ദി വൺ. അപ്പോൾ ഡാഡി എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് പറഞ്ഞു, പേളി നീ ഇനി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഇനി നിന്നെ എനിക്ക് രക്ഷിക്കാൻ എപ്പോഴും പറ്റില്ല. സ്കൂളിൽ ചെറിയ പ്രശ്നം വന്നാൽ വേണമെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി വന്ന് വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ ടീച്ചറിനോട് നിനക്ക് വേണ്ടി വന്ന് സംസാരിക്കാം. പക്ഷേ ഇനി നീ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, നീ ഇനി വല്ല പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ അത് നീ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. എനിക്ക് അന്ന് ഡാഡി പറഞ്ഞത് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര മനസ്സിലായില്ല, പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഭയങ്കര വാല്യൂ ഉണ്ട്. പേളി എന്നല്ല, ഈ യൂട്യൂബ് കൊണ്ടിരിക്കുന്ന ഞാൻ വരെ ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇറ്റ്സ് എ പബ്ലിക് സ്പേസ്. പബ്ലിക്കലി നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പബ്ലിക്കലി നമുക്ക് നല്ല അക്സെപ്റ്റൻസും എഗെയിൻസ്റ്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2 റെസ്പെക്റ്റ് ചെയ്യാനും 2 ഫേസ് ചെയ്യാനും കറേജസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്ഥലത്ത് നിൽക്കുക. സോ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയാണ്, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഞാൻ 4 സംസാരിക്കും എന്ന ആംഗിളിൽ നിന്ന് മാറി കൃത്യമായി വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ മൂലക്കിരിക്കും എന്ന് പറഞ്ഞാൽ മതി. എത്ര ആക്ടർമാർ, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വിഷയമായിട്ട് ഇട്ടോ? ഇല്ല, അറിയാം മിണ്ടാണ്ട് ആ മൂലക്കിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തേലൊക്കെ പറയാണ്ട് റെഫർ ചെയ്ത് പറയുക. എന്തായാലും ഇപ്പോൾ പൊങ്കാലയാണ്, മേ ബി ഇതും കടന്നു പോവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദാറ്റ്സ് ഇറ്റ്, ബൈ.